ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ യുവർ മാസ് ഗെയിമർ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കളിക്കുന്ന നമ്മുടെ ഫാമിംഗ് സിമുലേറ്റർ 23 നെറ്റ്ഫ്ലിക്സിലെ മൂന്നാമത്തെ എപ്പിസോഡും കാര്യമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷീപ്പ് ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയാലെന്നൊരു പ്ലാൻ ഉണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് നമ്മളിപ്പോൾ ജൂലൈ മാസം അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെല്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് വരികയാണ്. സോ നമ്മുടെ ഇന്നത്തെ പ്ലാന് അതാണ്. എനിക്ക് കുറേ പലർക്കും സംശയം ഉണ്ടാവും. ആദ്യം അത് ഗൈസ്, നമ്മൾ ബിസിനസ് അങ്ങോട്ട് ഫസ്റ്റ് തുടങ്ങുക. ഫസ്റ്റ് നമ്മൾ സ്ഥലവും കാര്യങ്ങളൊക്കെ വാങ്ങുക. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ വാങ്ങിയ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ട ഗൈസ്. അതൊരു സ്ഥലം വാങ്ങിയതാണ്. ഇതൊരു വലിയൊരു എത്ര 437 അങ്ങനെ എത്ര വലിയ ഒരു ഇതിന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ കാണാം. പിന്നെ നമ്മുടെ നമുക്ക് ഇല്ലാണ്. പിന്നെ കണ്ട ഗൈസ്, ഇവിടെ നമ്മുടെ വിളവെടുപ്പിനൊക്കെ ആയി. നമുക്കിതൊന്ന് നമ്മുടെ വർക്കിൽ ഇടാം. നമ്മുടെ ഡ്രൈവറിന് കൊടുക്കാം. ഓക്കെ, കണ്ട ഗൈസ്, ഇത് ഞാൻ വാങ്ങിയ സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ അപ്പുറത്തുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. ഫസ്റ്റ് തന്നെ നിങ്ങൾ സ്ഥലവും കാര്യങ്ങളൊക്കെ വാങ്ങുക. എന്നിട്ട് നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നമ്മുടെ ഷീപ്പ് എന്ത് ഫാമാണെങ്കിലും ഫസ്റ്റ് സ്ഥലം വാങ്ങിക്കാണ്ട് കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നല്ലതായിട്ട് കൃഷി ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞിരിക്കണേ. നമ്മുടെ ഇതാണ് സോയാബീനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ പുല്ലിങ്ങനൊക്കെ നട്ടിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുമ്പൊക്കെ എൻ്റെ ചാനൽ നിങ്ങൾ സബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ സബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മുടെ ഈ പുല്ലെന്ന് ഞാൻ ഇത് നട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ സ്ഥലമൊക്കെ വാങ്ങിക്കാണ്ട് നമുക്ക് ചെയ്യാം. അവിടെ നമ്മളാ കാണുന്ന അവിടെ കാണിച്ചു തരാം. കേട്ടോ, ഈ മുമ്പത്തത് ഒരു ഗ്രാസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏക്കറാണ്. ഒരു 1-2 അത്യാവശ്യം നല്ല വലിപ്പല്ലാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇപ്പം ഇല്ല. നമുക്ക് ചെറുത് മതി ഗൈസ്. അപ്പോൾ അതിന് നല്ല വിലയുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സ്ഥലത്ത് തന്നെ നമ്മളൊന്ന് കൃഷി ചെയ്താണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷീപ്പ് വാങ്ങുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഫുഡും കാര്യമൊക്കെയാണ്. ഷീപ്പിനൊക്കെ ഗൈസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇത് വിൽക്കരുത് ഗൈസ്. എന്താ ഇത് വൂളും കാര്യങ്ങളൊക്കെ കിട്ടും. ആ വൂള് തന്നെ നല്ല 3000-ൻ്റെ മേലേക്ക് അങ്ങനെ കിട്ടും. ഒരു 4000 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ മിക്കവാറും. അത് ഏപ്രിൽ മാസം ആകുമ്പോഴാണ് കിട്ടുക. അതുപോലെ തന്നെ എഗ്ഗും നിങ്ങൾ നോക്കിയാൽ കാണാം 4000 കിട്ടും. ഇതുപോലെ ഇപ്പോൾ കുറഞ്ഞിരിക്കണം. അതൊന്നും നിങ്ങൾ വിൽക്കരുത്. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തെങ്ങാണ്ട് നമ്മൾ എഗ്ഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സ്റ്റോറേജൊക്കെ ഉണ്ട് ഗൈസ്. അതിനായിട്ടുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ സ്റ്റോർ ചെയ്യുക. പിന്നെ നമ്മുടെ നമ്മൾ കേക്ക് ഉണ്ടാക്കണൊക്കെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മളെ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് അത് അവിടെ ആവശ്യം വരില്ല ഗൈസ്. കേക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. കേക്ക് ഉണ്ടാക്കാൻ അവിടെ എഗ്ഗ് വേണ്ടി വരും. അത് നമ്മൾ തന്നെ കൊണ്ടുപോയി കൊടുക്കും വേണം. ഇല്ലെങ്കിൽ നമുക്ക് കേക്കും കാര്യം കിട്ടൂല. അപ്പം അങ്ങനെ ആകുമ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അങ്ങനെ നമുക്ക് പൈസ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും കാണാം. കണ്ട ഗൈസ്, കേക്കിന് 9000 10,000 ഒക്കെ ഉണ്ടാവും. കണ്ട ഗൈസ്, സെപ്റ്റംബർ ആകുമ്പോൾ അങ്ങനെ 10,000-ത്തിനടുത്ത് കിട്ടും. പക്ഷേ ഞാൻ നമ്മുടെ രീതിയിൽ പറയാൻ എന്താ ഡോളറോ അങ്ങനെ എന്തൊക്കെയാണ് നമുക്കറിയില്ല. നമുക്കിങ്ങനെ 10,000 അങ്ങനെ വെച്ച് ഞാൻ നമ്മുടെ രീതിയിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ക്ലോത്ത് കണ്ട ഗൈസ്, ക്ലോത്തിനുണ്ട് 30,000 അത്രക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങൾ സ്റ്റോറേജ് ഉണ്ട് ഗൈസ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഇതാണ് നമ്മളെ സ്റ്റോറേജ് എന്ന് പറയുന്ന സംഭവം. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ആക്റ്റീവായി കിട്ടൂല. നിങ്ങൾ കുറച്ച് കളിച്ചൊന്ന് ഇതായി ആവുമ്പോഴുള്ളൂ നിങ്ങൾക്ക് ഈ സ്ഥലം ഈ
ബിൽഡിങ് ഒരു ആക്റ്റീവായി നിങ്ങൾക്ക് കിട്ടുക. ഗൈസ് ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എംറ്റി ആണ് സ്റ്റോറേജ്. നമ്മുടെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉള്ളത് നമുക്ക് എത്ര വേണമെന്നൊക്കെ വരും. നമ്മളടിച്ചാൽ അതിൻ്റെ മുമ്പിലായി കാണ്ടി നിങ്ങൾക്ക് അത് വന്ന് നിൽക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു പുതിയൊരു വണ്ടി കാര്യങ്ങളൊക്കെ വാങ്ങിയതാണിത്. ഒരു ട്രാക്ടറും വാങ്ങി, പിന്നെ എൻ്റെ ഒരു ബാക്കിൽ ഉള്ളതും വാങ്ങി. പിന്നെ അതാണ്ട് എഗ്ഗ് ഇതാക്കാൻ വേണ്ടി ഈ സാധനം വാങ്ങി. ഇത് നിങ്ങളൊന്ന് വാങ്ങിയാൽ മതി ഗൈസ്. ഷീപ്പിനെ ബോൾ കൊണ്ടുപോകുമ്പോൾ ഇത് തന്നെ മതി. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റോറേജ് കിട്ടുകയാണ് അങ്ങനെ കൊണ്ടുപോകാം. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാം ഗൈസ്. എനിക്കൊരു ഫാൾട്ട് പറ്റി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാം ഗൈസ്. സോറി ഗൈസ്, നമ്മുടെ സ്ഥലം മാറി. നമുക്ക് ഈ വഴി ഗൈസ് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. നല്ല സൗണ്ടിന് തീരെയും സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. തീരെയും സൗണ്ടും ഇല്ല. പിന്നെ അതിനാണെങ്കിൽ വേവ്സും ഇല്ല. നിങ്ങൾ കണ്ടിട്ടും കാര്യമില്ല. കാരണം ഇത് സൗണ്ടൊക്കെ നല്ല വ്യത്യാസമാണ്. എൻ്റെ മൈക്കൊക്കെ എന്തോ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറ്റി. ഞാൻ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഷീപ്പ് ഫാമും കാര്യങ്ങളൊക്കെ പറയുന്ന ഷീപ്പ് ഫാം ഗൈസ്. ഇതിന് 900 അത്ര ഉള്ളൂ വില. വലിയ പൈസ ഒന്നുമില്ല ഗൈസ്. 100ൻ്റെ അടിക്കൊക്കെയാണ് നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഗൈസ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ എടുത്തതാണ്. പക്ഷേ ഒരു ഫാൾട്ട് പറ്റി. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ശേഷം എഡിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചേലും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തീരും കേൾക്കുന്നില്ല. ഒരു വിധത്തിലും കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ്. അത്രക്കും മൈക്കൊക്കെ നല്ലൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിന്. അത് ഞാൻ ഫസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചതുമില്ല. ഞാൻ ആ രീതിയിൽ പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു ചെയ്തു. നമ്മുടെ സ്റ്റീപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വാങ്ങുകയും കുറേ സംഭവം നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. ഞാൻ അത് പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഇനിയിപ്പോൾ കണ്ട ഗൈസ്, ഞാൻ എന്തായാലും ഇതൊക്കെ നമ്മുടെ പുല്ലും കാര്യങ്ങൾ കട്ട് ചെയ്യാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെയാണ്. നമുക്കെന്തായാലും വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് നമ്മുടെ കൗ ഫാമൊക്കെ വാങ്ങുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഇപ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഗൈസ്, നിങ്ങൾക്കറിയും. അതുപോലെ തന്നെ ഗൈസ് ഞാൻ ഇത് വാങ്ങി. പിന്നെ ഗൈസ് നിങ്ങൾ ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കണ്ട ഗൈസ് ഞാൻ പറഞ്ഞത് ഇത് 2 എണ്ണം വാങ്ങി. ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പച്ച കണ്ട ഗൈസ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരാവശ്യമുള്ളൂ. ഇത് നമ്മൾ എടുത്തുങ്ങാണ്ട് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ വെച്ചാൽ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് തന്നെത്താനെ നമ്മളെ ഇതിലേക്ക് ലോഡാവും. ഞാനങ്ങനെ ആവില്ല, എന്താണ് അറിയാനൊക്കെ വേണ്ടി അങ്ങനെ ഒരു ഐഡിയ അല്ലല്ലോ ഗൈസ്. നമ്മൾ തുടക്കക്കാരല്ലേ, ബിഗിനറല്ലേ ഗൈസ്. അപ്പോൾ ഞാനത് വാങ്ങി. അതിൽ വിറ്റാലും പൈസ കിട്ടും നമുക്ക്. ഇപ്പോൾ വെറുതെ അവിടെ വെച്ചേക്കാണ്. നമ്മളിന് കുറേ വണ്ടികളൊക്കെ ഉണ്ടാകും, നമുക്ക് തടസ്സം വിൽക്കാതി വെച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഷീപ്പ് നല്ല കൊണ്ടുവരാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതും എനിക്ക് ചെറിയൊരു ഫാൾട്ടും കാര്യങ്ങളൊക്കെ പറ്റിയിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മുടെ ഇത് നമുക്ക് വർക്കിനിടാം. ഓക്കെ, ഇതുകൊണ്ട് ഇതൊരു വലിയൊരു സ്ഥലമാണ്. നല്ല കായ് കൊടുത്ത് വാങ്ങിയതാണ് ഗൈസ്. ഇപ്പം നല്ല പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് നയിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പം എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ല തോന്നുന്നു ഗൈസ്. മൈക്കൊക്കെ ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല. പിന്നെ ചെറിയ ഒരു ഒരു ഒച്ചയും കൂടെയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മൈക്കിൻ്റെ അവിടെ നിന്ന്. പക്ഷെ നിങ്ങൾക്ക് കേൾക്കും ഗൈസ്. കേൾക്കാതൊക്കെ ഇതൊന്നുമില്ല. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, സോറി കഴിഞ്ഞ വീഡിയോ നമ്മൾ പോയില്ല ഗൈസ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രാസ് അവിടെ നമ്മൾ നട്ടുകണത്. അത് അവിടെ ആകുമ്പോൾ നമ്മുടെ അപ്പുറത്തെ സ്ഥലത്തിന് ഇതിവിടെ എന്താ ഗൈസ് നമുക്ക് ഷുഗർ ബീറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം ഒന്ന് വാങ്ങേണ്ടിയിരുന്നു ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് ഒരു തടസ്സമല്ല. നമുക്ക് ഗ്രാസ് ഇവിടെ നട്ട് വെച്ചാൽ നമ്മൾ ഒഴിവിന് ഇപ്പോൾ അതിൽ ഫുൾ ഏക്കരം നമ്മുടെ ആ ടാങ്കിൽ നമ്മളെ ഗ്രാസ് കൊണ്ടുപോയി വെച്ചതിൽ തന്നെത്താലെ നമ്മൾ ഇത് കഴിയുമ്പോൾ തന്നെത്താലേക്ക് ചാടും. അങ്ങനെയാണ്.
അപ്പോൾ ഞാൻ അവിടെ അതുകൊണ്ട് അവിടെ വെച്ചിരിക്കണത്. അപ്പോൾ ഇനി ഇതാകുമ്പോൾ കണ്ടോ നമ്മളിവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഞാൻ ഇവിടുത്തെ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് ഇവിടെ നമ്മൾ സോയാബീനും കാര്യങ്ങളൊക്കെ നടല് അതിപ്പോൾ ഇല്ലാതെ ഇരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഗ്രാസ് ആണെങ്കിൽ പെട്ടെന്ന് പോലെ ഇതാക്കണമില്ല, എന്താ അറിയില്ല. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയും വർക്ക് ചെയ്യും. ഇപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ കൂട്ടി മുട്ടുകയും ചെയ്യാം ഗൈസ്. അപ്പോൾ തടസ്സമല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയാലൊന്നൊരു പ്ലാൻ ഉണ്ടായിനി ഗൈസ്. ഇനിയിപ്പോൾ ഇത് വാങ്ങിയ ഷുഗറാണ്. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യാൻ മെഷീൻ അപ്പോൾ വാങ്ങേണ്ടി വരും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ പോയി നോക്കാം ഗൈസ്, എന്താണ് നമ്മുടെ ഇതുകൊണ്ട് പറ്റുമോന്ന്. ഇത് ഇതുകൊണ്ടൊന്നും പറ്റൂല ഗൈസ്. അതിന് വേറെ മെഷീൻ വേണ്ടി വരും ഗൈസ്. ഏതാപ്പോൾ ഇതല്ല, അതിന് ഏതൊരു മെഷീൻ തന്നെ വേണം ഗൈസ്, അല്ലാതെ പറ്റൂല. അപ്പോൾ നമ്മൾ ആ സ്ഥലം ഇപ്പോൾ വാങ്ങിയിട്ടും കാര്യമില്ല, ലൈവിനെ മൊത്തം ക്ലീൻ ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു റിസ്ക്കുള്ള പണിയാണ്. ഇപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നമുക്കിപ്പോൾ ഏതായാലും നമുക്കൊരു ടാങ്ക് ലോറി നമ്മുടെ മറ്റേ ആ പച്ചത് അതിൻ്റെ വലുതൊന്ന് വാങ്ങി നോക്കാം ഗൈസ്. ഇതാകുമ്പോൾ ആക്കം പോലെയാണ് ഗൈസ്. നമുക്കിത് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യാം, എന്നിട്ട് വേറെ വാങ്ങാം ഗൈസ്. ഞാൻ എന്തായാലും എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. അല്ല ഗൈസ്, ഇതാണ് നമുക്ക് വേണ്ടത്. അത് 4000 വരും. നല്ല ഇത് വാങ്ങിയാൽ പിന്നെ നമുക്ക് ഒന്നിനും പറ്റൂലല്ലോ. നമുക്ക് താൽക്കാലത്തെ ഈ സ്പീഡും കാര്യങ്ങളും 30, ഇതിനെത്ര സ്പീഡ് 20-ന് 30 വരും. നമുക്ക് ഇത് വാങ്ങിയാലോ ഗൈസ്, എന്താ ചെയ്യാ. ഏതിപ്പോ ഒരു ഐഡിയ ഇല്ലല്ലോ ഗൈസ്. ഗൈസ് നമുക്കിപ്പോൾ ഏതാ പോവാൻ ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയാണല്ലോ. നമുക്കിപ്പോൾ രണ്ടും കളിപ്പിച്ചിപ്പോൾ മറ്റേനെ വാങ്ങേണ്ടി വരും. പറ്റങ്ങോട്ട് താവാനും പറ്റൂല. ഇത് വാങ്ങിയാലോ. ഇത് വാങ്ങിയാൽ തികയൂല. നമുക്ക് മുട്ടക്ക് പ്രൈസും കാര്യങ്ങളും നോക്കിയാ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ വൂളിന് എപ്പോഴാണ് റേറ്റും കാര്യങ്ങളൊക്കെ. വൂളിന് ഇപ്പോൾ കിട്ടൂല. എഗ്ഗിന് എപ്പോഴാണ്? എഗ്ഗിന് നവംബർ. ഇത് ജൂലൈ ആകിച്ചുള്ളൂ. നവംബറിലാണ് ഇതിന്. നമുക്കിപ്പോൾ കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ആ സ്ഥലം വാങ്ങാം. സോറി, നമ്മുടെ ഈ ഇത് അല്ലേ, രണ്ടും കളിപ്പിച്ച് വാങ്ങാം. ഇതിൻ്റെ കോംബോ സൺഫ്ലവർ ഇതാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. ഇതിനുള്ള പൈസ നമ്മളെ കയ്യിലില്ല ഗൈസ്. അപ്പോൾ മൂഞ്ചി ഗൈസ്, നമ്മൾ മൂഞ്ചി അതിനെക്കുറിച്ച് പറയണ്ട ഗൈസ്. ഞാൻ ഇതുപോലെ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ മൂഞ്ചുന്നത്. നമ്മളെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. ഞാനിപ്പോൾ നമുക്കിപ്പോൾ ഏതാപ്പോൾ കൊടുക്കുക. നമുക്ക് നമ്മുടെ ട്രാക്ടർ വർക്കിലാണ് ഗൈസ്. നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മറ്റേ സാധനം അതിന് വലിയ വില ഉണ്ടാവില്ല. അപ്പം നമുക്ക് നമ്മുടെ എഗ്ഗാണ് കൊടുക്കുകയും ചെയ്യാം ഗൈസ്. നമുക്ക് പറഞ്ഞ മനസ്സിലായില്ലേ. അത് കണ്ട ഗൈസ്, നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഷീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി വാങ്ങിയതാണ്. ഏറ്റവും വലുതാണ് നമ്മൾ വാങ്ങിയത്. പക്ഷേ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മുടെ ട്രാക്ടറും കാര്യങ്ങളൊന്നും പറ്റൂല. ഇതിന് വേറൊരു വണ്ടി തന്നെ വേണം. അതുകൊണ്ട് ഗൈസ് ഈ ട്രക്ക് വേണം. ഈ ട്രക്ക് ഇല്ലെങ്കിൽ പറ്റൂല ഇതെടുക്കാൻ തന്നെ.
ഇതിന് വിറ്റാൻ അത്ര ക്യാഷും കിട്ടൂല. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ, അത് കൊണ്ടുവച്ച് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് ഇനി ഏതായാലും നമ്മുടെ ഈ സ്ഥലം ഇനി വാങ്ങാൻ പറ്റും. നമുക്ക് ഇനി അടുത്തതിൽ ഞാൻ എന്തായാലും ഈ സ്ഥലം കാര്യങ്ങളൊക്കെ വാങ്ങും. വാങ്ങാം ഗൈസ്. കണ്ടോ, ഇതിന് 210 ഇത്ര വരുന്നുണ്ട് റൈറ്റ്. അത് 2010, സോറി, അങ്ങനെ എന്താ പറയുക, ഇതിൽ പൈസ അല്ല, എന്തൊരു സംഭവം, ഒരു ഐഡിയ അല്ലല്ലോ ഗൈസ്. കണ്ടോ മാപ്പല്ലേ? കണ്ടോ മാപ്പിൽ ഇത് പൈസ ഇത് എങ്ങനെ ഇത് മില്യനായി കണ്ടല്ലോ. ഞാൻ അപ്പം അത് പഠിച്ചതൊക്കെ മറന്നല്ലേ ഗൈസ്. ഇതാണ് നമ്മുടെ സാധനം, ഇത് നമ്മൾ വാങ്ങേണ്ടത്. കണ്ടോ 2010 നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെയാണ് നമ്മുടെ ടൈലർ ഷോപ്പ്. കണ്ട് ഗൈസ്, ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഒരു ഐഡിയ ഇത് പറയാൻ മറന്നു. നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ സ്ഥലം വാങ്ങുക. ഞാൻ പറഞ്ഞു, സ്ഥലം വാങ്ങി ഇത് കൃഷി ചെയ്ത് പൈസ ഉണ്ടാക്കിയ ശേഷം ആദ്യം നിങ്ങൾ വേണ്ട ഷീപ്പ് ഫാമാണ്. ഞാൻ പറഞ്ഞു, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. നമ്മുടെ കൗ ഫാം ആകുമ്പോൾ കൗ ഫാമിന് വേറെ 3-4 മെഷീൻ നിങ്ങൾ വാങ്ങേണ്ടി വരും. അതിൻ്റെ മിൽക്കും കാര്യങ്ങളൊക്കെ, മിൽക്കിൻ്റെ റേറ്റ് ഉണ്ട്, പക്ഷെ അതിലേറെ നമ്മളെ ഷീപ്പിന് നമ്മളെ ബോള് കൊടുത്തങ്ങാണ്ട് നമ്മുടെ ടൈലർ ഷാപ്പിനും അതേപോലെ 100ൻ്റെ അടിക്കൊക്കെ ഉള്ളു വരുന്നത് റേറ്റ് തോന്നുന്നു. ഞാൻ നോക്കിയിട്ടില്ല, വല്ലാതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് ക്ലോത്തായി കിട്ടിയ ക്ലോത്ത് നമുക്ക് വിറ്റാൽ നല്ല പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ അത് പ്ലാന് അങ്ങനെ ബിസിനസ് അങ്ങനെ ആ ഇത് വെച്ചാൽ നിങ്ങൾ കളിക്കണം. അപ്പോൾ നമ്മുടെ കൗ ഫാം ആകുമ്പോൾ കൗ ഫാമിന് വേറെ 2-3 മെഷീൻ വേറെ നിങ്ങൾ വാങ്ങേണ്ടി വരും. അതെന്തോ പാക്കാക്കാൻ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. ഞാൻ ഫുള്ള് ചെക്കൗട്ട് ചെയ്തിട്ടില്ല, കാരണം ഞാനിപ്പോൾ ഷീ ഫാമാണ് നല്ലതെന്നൊക്കെയാണ് നമ്മൾ അന്വേഷിച്ച പറഞ്ഞത്. അപ്പോൾ ആ ഫുള്ള് ചെക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത് വാങ്ങുമ്പോൾ നിങ്ങൾ നല്ല പൈസയും വേണ്ടി വരും. അത് പിന്നെ ആ മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് വേറെ പൈസ വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ആകുമ്പോൾ റേറ്റ് നല്ലോണം വരും. അപ്പോൾ നിങ്ങൾ ഷീ ഫാം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴത്തേനൊക്കെ ക്ലോത്ത് കാര്യങ്ങളൊക്കെ വിറ്റാൽ നല്ല രീതിക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ബിസിനസ് മൈൻഡിൽ നിങ്ങൾ ചിന്തിച്ച് കളിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പിന്നെ സബ് ചെയ്യുക, സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ വീഡിയോക്ക് തീരെ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, അതെന്താണെന്നറിയില്ല. ചെറിയ കോപ്പിറൈറ്റ് വന്നു എന്നൊക്കെ തോന്നുന്നത്, എന്താണെന്നറിയില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഇത് ഫുള്ളായല്ലോ, ഫുള്ളാവാനായി. നമുക്കിതൊന്ന് അത് എടുക്കാം, വല്ല തടസ്സം വരും. പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എവിടെ വെച്ചത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ മാറുന്നു ആകെ. നമുക്ക് എന്തായാലും സെപ്റ്റംബറിലൊക്കെ തോന്നും നമ്മുടെ എഗ്ഗിലും കുറച്ച് ഇല്ലത് വിറ്റാൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടും. നമുക്കിപ്പോൾ ഒന്ന് സെറ്റായി വരാനില്ല മതി ഗൈസ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ ഒരു വീഡിയോയിൽ ഒരു കുഴപ്പമില്ല തോന്നുന്നു. വരുന്ന വീഡിയോ ഒക്കെ വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. വല്ലാതെ നമുക്ക് ഇരിക്കാനും പറ്റില്ല, പഠിക്കാനും കാണാനൊക്കെ അങ്ങനെ കുറച്ച് സീനും കാണാനൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിയിലാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ എടുത്തിട്ട് അതിങ്ങനെ ഒരു ഫോൾട്ട് പറ്റിയോണ്ടാണ് ഞാൻ പിന്നെയാണ് ഇത് എടുത്തത്. അപ്പോൾ നിങ്ങളെ നല്ല സപ്പോർട്ടുകളൊക്കെ ചെയ്യാം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാനിതിൽ അടുത്തൊരു വീഡിയോ അടുത്ത ഒരു വീക്കിൽ തന്നെ നമ്മൾ വരും പെട്ടെന്ന്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിന് പെട്ടെന്ന് നമുക്ക് കുറേ ആയില്ല, അപ്പോൾ നിങ്ങൾക്ക് മടുക്കണ്ട. നിങ്ങൾ ഒരു ഇത് ചടപ്പേരൻ്റെ എഴുതി കണ്ട് ഇടുകയാണ്. നിങ്ങൾ ബ്രദേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞല്ലോ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇത് ശരിയായി വരുന്നുള്ള പറച്ചിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക, നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ വെച്ച് സെറ്റാക്കാം. ഒന്നങ്ങോട്ട് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് 1K അടുപ്പിച്ചാണ് കഴിച്ച്. നിങ്ങളതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
ഓക്കെ ഗൈസ്. ഓ നമുക്കൊരു ട്രാക്ടറും കാണാം. ഇത് 2 സ്പീഡ് ഇല്ലാത്തൊരു വണ്ടി. ഞാൻ എന്നാൽ തന്നെ നമ്മളൊരു ഗ്രീൻ ആയിട്ടുള്ള ഇതിലേറെ സ്പീഡ് കുറഞ്ഞൊരു വണ്ടി ഉണ്ടായിന്. അത് നമ്മൾ സെല്ല് ചെയ്തുകൊണ്ടാണ് ഈ വണ്ടിനെ വാങ്ങിയത്. അത്യാവശ്യം സ്പീഡ് ഉണ്ട് ഗൈസ്, കുഴപ്പമൊന്നുമില്ല. ഓ ഞാൻ ഇപ്പം ഇത് കൊണ്ടുവന്ന് നമ്മളപ്പുറത്തും നമ്മളെ സ്ഥലം തന്നെയാണ്. ഇത് ഇതാക്കണം. ഇപ്പം എന്താണ് ഗൈസ്, ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെയാണ്. ഞാനൊന്ന് ലെങ്ത് എടുക്കണം എന്നൊക്കെ കരുതിനും. കഴിഞ്ഞ വീഡിയോ നമുക്ക് ഡിലീറ്റ് ആയി. പിന്നെ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ വെച്ചുകൊണ്ട് അതിനൊരു പാകത്തൊരു ഇതിന് ഞാൻ എടുക്കുകയാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നമ്മൾ അടുത്ത വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ലെങ്താക്കി എടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ നല്ല ലെങ്താക്കി എടുത്തിനും, ഒരു 30 മിനിറ്റിലേറൊക്കെ ആയിട്ട് എടുത്തിനും. അതാണ് ഇപ്പോൾ ഡിലീറ്റ് ആക്കേണ്ടി വന്നത്. അത്രക്കും ശബ്ദം തീരെയും കേൾക്കാതെ പിന്നെ ഡിലീറ്റ് ആക്കേണ്ട അവസ്ഥ വരെ വന്നു. എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കയറ്റുമ്പോഴും ഒരു സീനിനെ